Hello, good morning. Today we are discussing theories of capital structure. The first theory, net income theory. The basic purpose of capital structure decision is to maximize the value of firm. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റിലത്തെ തിയറിയാണ് നെറ്റ് ഇൻകം തിയറി, NI തിയറീസ് എന്ന് പറയും. ഇത് സജസ്റ്റ് ചെയ്തത് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറൻ്റാണ്. അപ്പോൾ നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറൻ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഓവറോൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ചെയ്താൽ? ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്താൽ, ബോറോവഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ അവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമെന്നാണ് ഡേവിഡ് ഡുറൻ്റ് പറയുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ടോട്ടൽ ക്യാപിറ്റൽ ഒരു 50 lakh ഉണ്ടെന്ന് വിചാരിക്കും. ടോട്ടൽ ക്യാപിറ്റൽ 50 lakh ആണ്. അതിൽ ഒരു 30 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ ഒരു 20 lakh ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ 50 lakh ആണ്, 30 lakh ഇക്വിറ്റി ഷെയർസും 20 lakh ഡിബഞ്ചേഴ്സുമാണ്. ഡേവിഡ് ഡുറൻ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ ബോറോവഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30 എന്നുള്ളത് ഒരു 10 lakhും 40 lakh ഡിബഞ്ചേഴ്സും ബോറോവഡ് ക്യാപിറ്റലും ആയിരുന്നുവെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും, കുറയും. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും എന്നാണ് ആര് പറയുന്നത്? ഡേവിഡ് ഡുറൻ്റ് പറയുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഡെപ്റ്റ് ഈസ് ജനറലി ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ്. അതായത് ഡെപ്റ്റ്, ബോറോവഡ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനേക്കാളും ചീപ്പാണ്. കാരണം ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് എന്തുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ്. കാരണം കിട്ടുന്നതൊക്കെ ആർക്ക് കൊടുക്കണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് കൊടുക്കണം, ഡിവിഡൻ്റായിട്ട് കൊടുക്കണം. എന്നാൽ ഡിബഞ്ചേഴ്സിന് എന്ത് കൊടുത്താൽ മതി? ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഒരു 5% അല്ലെങ്കിൽ 6%, 8% ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ആവും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ആകുമ്പോൾ ഫേമിൻ്റെ എന്ത് കൂടും? വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ആകുമെന്നാണ് ഡേവിഡ് ഡുറൻ്റ് പറയുന്നത്. 2 റീസൺ നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ആർ ലോവർ ദാൻ ദ ഡിവിഡൻഡ് റേറ്റ്. ഡിവിഡൻഡ് റേറ്റിനേക്കാൾ എന്ത് കുറവാണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. മറ്റൊന്ന് ബെനിഫിറ്റ് ഓഫ് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. കാരണം ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ടോട്ടൽ ഇൻകം കുറയുകയും അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കുറയുകയും ചെയ്യും. എക്സ്പെൻസായിട്ട് എടുക്കാൻ പറ്റുകയും ടോട്ടൽ ഇൻകം കുറയുകയും ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ആകുമ്പോൾ നമുക്ക് അറിയാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് കുറയും? ഇൻകം കുറയുകയും അതുകൊണ്ട് തന്നെ ടാക്സ് കുറയുകയും ചെയ്യും. ബെനിഫിറ്റ് ഓഫ് ടാക്സ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് കൂടും? ഫേമിൻ്റെ വാല്യൂ കൂടുമെന്നാണ് ഡേവിഡ് ഡുറൻ്റ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഇൻക്രീസ് and decrease overall cost of capital by increasing the proportion of debt financing in capital structure. നോക്കാം, നിങ്ങളുടെ ടെസ്റ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറൻ്റ് ആണ്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി, ക്യാപിറ്റൽ തിയറി എന്നും കൂടി പറയും. ഫിക്സ്ഡ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി കമ്പനി ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫേം
കമ്പനീൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്ത് റെഡ്യൂസ് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. എങ്ങനെയാണ് കുറയുന്നത്? ഇൻക്രീസ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് കൂട്ടുക, ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻസ് കൂട്ടുക, ഡിബഞ്ചേഴ്സിൻ്റെ പ്രൊപ്പോർഷൻസ് കൂട്ടുക ഇൻ ദിസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ടു മാക്സിമം പോസിബിൾ എക്സ്റ്റെൻറ്റ്. എത്രത്തോളം മാക്സിമം എക്സ്റ്റെൻറ്റ് ചെയ്യാൻ പറ്റും, മാക്സിമം കൂട്ടാൻ പറ്റും. എന്ത്? ഡെപ്റ്റ് എത്രത്തോളം കൂട്ടാൻ പറ്റും, എത്രത്തോളം എന്ത് കുറയും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നാണ് ഡേവിഡ് ടോറൻ്റ് പറയുന്നത്. ഡെപ്റ്റ് ഈസ് ജനറലി എ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ബിക്കോസ് 2 reasons. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോവർ ദാൻ ഡിവിഡൻഡ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്തിനേക്കാളും കുറവാണ്? ഡിവിഡൻഡ് റേറ്റിനേക്കാളും കുറവാണ്. ഇൻട്രസ്റ്റ് ഈസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഫോർ ഇൻകം ടാക്സ് പർപ്പസ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കുകയും ഇൻകം കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടാക്സ് കുറയും. വെൻ എ ഫേം ഇൻക്രീസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് is capital structure, it is overall cost of capital decreases. The optimum capital structure of such a firm is to point at which the overall cost of capital is the minimum and the value of the firm is maximum. There is a relationship between cost of capital and value of firm. That is, the value of firm depend upon capital structure. ഇത് റിലവൻ്റ് തിയറിയാണ്. ഏത്? നെറ്റ് ഇൻകം തിയറി. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഒരു ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഡി. ഇ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂവും മാർക്കറ്റ് വാല്യൂവും, ഡി എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സിൻ്റെത് ബൊറോഡ് ഫണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെയാണ് ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് വരക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അസറ്റും ഉണ്ടാവും, ലാബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും. ഇവിടെ ടോട്ടൽ അസറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ അസറ്റും ടോട്ടൽ ലാബിലിറ്റീസും. അപ്പോൾ ഈ ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ ആണ് എന്ത് പറയുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഇതിനെയാണ് വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഈ വാല്യൂ ഓഫ് ഫേമിൽ ലാബിലിറ്റി സൈഡിൽ എന്ത് മാത്രമേ ഉണ്ടാവും? ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ലാബിലിറ്റീസ്. ടോട്ടൽ ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂവും ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ. നോക്കാം. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു EBIT മൈനസ് I ഡിവൈഡഡ് ബൈ KE. EBIT ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ത് കുറക്കുക? ഇൻട്രസ്റ്റ് കുറക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. EBIT ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, KE കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. നോക്കാം. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ K0 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ കിട്ടുന്ന EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം. വാല്യൂ ഓഫ് ഫേം ഇവിടെ കിട്ടും. EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം. അങ്ങനെയാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുക. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും വാല്യൂ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഫേം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വേഷൻസ് മസ്റ്റാണ്. ഓരോന്ന് മനസ്സിലാക്കി വെക്കണം. EBIT ആണ്. ഇവിടെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഡിബഞ്ചറും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും. പ്രിഫറൻസ് ഷെയർസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ഇക്വിറ്റിയും ഡെപ്റ്റേഴ്സും അതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം നോക്കാം.